ചിതറയിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് വീട് ഇടിച്ച സംഭവത്തിൽ ഇരകൾക്കൊപ്പമെന്ന് MLA MM നസീർ പറഞ്ഞു. ചിതറ പഞ്ചായത്തിലെ സൈഡ് വാളിൽ ഇന്നലെ ഉണ്ടായത് വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. കാരണം ഇവിടെ താമസിച്ചിരുന്ന വളരെ നിർധനരായിട്ടുള്ള ഒരു കുടുംബമാണ്. ആരോരുമില്ലാത്ത, മക്കളൊന്നുമില്ലാത്ത ഒരു കുടുംബമാണ്. അവർ സ്വാഭാവികമായിട്ട് വർഷങ്ങളായിട്ടുള്ള കഴിയുന്നതാണ്. ഈ വസ്തു മറ്റൊരാളുടെ പ്രോപ്പർട്ടി ആണെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് അന്തരിച്ചു പോയ ഈ വസ്തുവിൻ്റെ ഉടമസ്ഥൻ ഏകദേശം 6-7 വർഷങ്ങൾക്ക് മുമ്പ് അനുവാദം കൊടുത്ത് ഇവിടെ കെട്ടിടം ഉണ്ടാക്കുകയും അവരുടെ സാമ്പത്തികം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ചില കെട്ടിടങ്ങൾ നിർമ്മാണം നടത്തി അതിലവർ ജീവിക്കുകയും ഉപജീവനം നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു സിവിൽ കേസ് കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇന്നലെ നടന്നത് ഏറ്റവും ഹീനമായ ഒരു നടപടിയാണ്. എന്തെന്നാൽ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ചിതറ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ വരുത്തിയതിന് ശേഷം ആ സന്ദർഭത്തിൽ വളരെ മ്ലേച്ഛമായും ബലാത്കാരമായിട്ടും ഈ സ്ഥലം ഇടിച്ച് പൊളിച്ച് സമൂഹ മനസാക്ഷിക്ക് തന്നെ ഒരു ഞെട്ടലുണ്ടാക്കുന്ന രീതിയിലേക്ക് ഈ പ്രവൃത്തി കൊണ്ടുവന്നത് തികച്ചും ഒരു അപലപനീയമായ കാര്യമാണ്. പോലീസ് ശക്തമായ കേസ് എടുത്തിട്ടുണ്ട്. പ്രതികളെ ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തു. അവരെ വെളുപ്പിനാണ് കണ്ടീഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഇടിച്ചു നിരത്തുന്നതിന് ഉപയോഗിച്ച JCB ഇറ്റാച്ചി അതും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. MLA എന്ന നിലയിൽ ഇവർക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി ഇവരോടൊപ്പം തന്നെ ഒരു നിലപാട് എടുക്കാൻ ആണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ വളരെ വൈകിയാണ് ഈ സംഭവവികാസങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ ഇപ്പോഴാണ് ഇവിടെ എത്താൻ സാധിച്ചത്. തീർച്ചയായിട്ടും അവരുടെ സങ്കടങ്ങൾ ഞാൻ കണ്ടു. ഈ സ്ഥലം ഞാൻ സന്ദർശിച്ചു. അവർ പറയാനുള്ള കാര്യങ്ങളെല്ലാം കേട്ടു. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടത്തും. അവർക്കതല്ല ഇനി കേസുമായി മുന്നോട്ട് പോകാനാണ് അവരുടെ താല്പര്യമെങ്കിൽ അതിനുവേണ്ട നിയമസഹായം ചെയ്തു കൊടുക്കും. അതെന്താണ് എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് അഭിപ്രായം പറയാം. അവർ പരിഹാരം ഉണ്ടാവുമെങ്കിൽ അതാകട്ടെ എന്നുള്ള രീതിയിലാണ് അവർ നോക്കുന്നത്. അതല്ല മറ്റ് പരിഹാരമില്ലെങ്കിൽ നിയമപരമായിട്ടുള്ള നേരിടാനും അവർ തയ്യാറാണ്. ജനപ്രതിനിധികളൊക്കെ ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് നീതി കിട്ടും. അവർക്കൊരു കയറിക്കിടക്കാടം ഇല്ലാത്ത, സ്വന്തമായ ഒരു തുണ്ട് ഭൂമിയില്ലാത്ത പാവങ്ങളാണ്. അത് ഞാൻ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട സംരക്ഷണം നൽകുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കാൻ MLA എന്ന നിലയിൽ ഞാൻ തയ്യാറാകും. അതിനുവേണ്ടി മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഞാൻ അതിനുവേണ്ടിയുള്ള എൻ്റെ നിർദ്ദേശങ്ങൾ നൽകുമെന്ന് ഞാൻ അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ വാടകക്കാർക്കെതിരെ വ്യാജ പരാതി നൽകി കെട്ടിട ഉടമയുടെ ബന്ധുക്കൾ. തുടർന്ന് ചിതറ പോലീസ് അബ്ദുൽ വാഹിദിനെയും ഭാര്യ സുഹറ ബീവിയെയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. ഇവർ സ്റ്റേഷനിൽ ഇരിക്കവെയാണ് സിനിമ സ്റ്റൈലിൽ JCB ഉപയോഗിച്ച് വീട് ഇടിച്ച് നശിപ്പിച്ചത്. തുടർന്ന് മൂടിക്കെട്ടിയ മണ്ണുമാന്തി യന്ത്രം വാഹനത്തിൽ കയറ്റി കടത്തിക്കളയുകയും ചെയ്തു. തുടർന്ന് രാത്രി വീട്ടുടമയുടെ ബന്ധുക്കളായ അൻവറിനെയും ദിൽബറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർന്ന് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ സ്റ്റേഷനിലെത്തി പ്രതികളെ ജാമ്യത്തിലെടുക്കുകയും ചെയ്തു. തുടർന്ന് പുലർച്ചെയോടെ വീട് ഇടിച്ചു പൊളിക്കാൻ ഉപയോഗിച്ച മണ്ണുമാന്തി യന്ത്രം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. രാഹുലിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് മണ്ണുമാന്തി യന്ത്രം. ഉടമ രാഹുലിനെയും ചിതറ പോലീസ് കേസിൽ പ്രതിയാക്കിയിട്ടുണ്ട്.